മലയാളികൾക്ക് ഒരിക്കലും അബ്ദുൾ റഹീം എന്ന വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായി മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന ദിനങ്ങളായിരുന്നു അത്. ഒരു അമ്മയുടെ കണ്ണീരൊപ്പാനും ഒരു മനുഷ്യന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാനും പ്രയത്നിച്ച ദിനങ്ങൾ. കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. 2006-ൽ 26-ാം വയസ്സിലാണ് കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാകുന്നത്. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് 34 കോടി രൂപയുടെ ദയാധനം എന്ന ഉപാധിയിൽ മാപ്പ് നൽകാൻ ഫയാസിന്റെ കുടുംബം സമ്മതിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ച് ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചത്. സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നത് നേടിയെടുത്ത സമയം. സാധാരണക്കാർ മുതൽ പ്രമുഖർ വരെ ഒത്തൊരുമിച്ച് നിന്നു. പണം സമാഹരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷിച്ചു. ഒറ്റക്കെട്ടായി ആ മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു, പണം നൽകിയോ തുടങ്ങിയ സംശയങ്ങളും പലരിലും ഉണ്ടായിരുന്നു. വേണ്ടിയിരുന്നത് 34 കോടി രൂപ. എല്ലാവരും സഹായിച്ച് അക്കൗണ്ടിലെത്തിയത് 47 കോടിയിലധികം. കേരളം കൈകോർത്ത് പിടിച്ച് സമാഹരിച്ച 34 കോടി രൂപ ദയാധനം കൈമാറി. ദയാധനം വിദേശ മന്ത്രാലയത്തിന് കൈമാറി. അവിടെ നിന്ന് 1.5 കോടി റിയാലിന്റെ ചെക്ക് സൗദി കോടതിക്ക് കൈമാറിയിരുന്നു. 1 കോടിയിലേറെ രൂപ വക്കീൽ ഫീസായും മറ്റും ചെലവായി. കുടുംബത്തിന്റെ സമ്മതപത്രവും മറ്റും പരിശോധിച്ച കോടതി വധശിക്ഷ റദ്ദാക്കി. റഹീമിനെ വൈകാതെ മോചിപ്പിച്ച് റിയാദ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് അയക്കും. ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷം. ഇരു വിഭാഗം അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായി. ഓൺലൈനിലാണ് കോടതി റഹീമുമായി സംസാരിച്ചത്. ചെക്ക് കോടതി ഷെക്രിയുടെ കുടുംബത്തിന്റെ അറ്റോർണിക്ക് കൈമാറി. റഹീമിന് മാപ്പ് നൽകാമെന്ന കുടുംബത്തിന്റെ സമ്മതപത്രം റിയാദ് ഗവർണറേറ്റിന് കോടതി കൈമാറും. മലയാളികൾ ഒന്നിച്ചു നിന്നാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ കാണിച്ചു. ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ 13 കോടിയോളം രൂപ ശേഷിക്കുന്നുണ്ട്. റഹീം നാട്ടിലെത്തിയ ശേഷം ഈ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചത്. ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മുടെ കൺമുമ്പിൽ. You are watching India's first NGO television, Malanadu TV India.